ഹലോ എവ്രിബഡി, വെൽക്കം ടു എജു പ്ലസ്. നമ്മളിന്ന് നമ്മുടെ ഫസ്റ്റ് സെമിസ്റ്റർ ബി എഡിൻ്റെ സ്കൂൾ ഓർഗനൈസേഷൻ്റെ ഫസ്റ്റ് യൂണിറ്റ് മൊത്തത്തിലൊന്ന് റിവൈസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളതിൽ എന്താ എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് മൊത്തത്തിലൊന്ന് ഓടിച്ച് പറഞ്ഞു പോകാം. അപ്പോൾ എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഇപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളിവിടെ പറയുമ്പോൾ സ്കൂള് കോളേജ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ബി എഡിൻ്റെ പിള്ളേരല്ലേ. അപ്പോൾ ടീച്ചേഴ്സ് ആവാൻ പോണതാണ്. അപ്പോൾ സ്കൂളിൻ്റെ ഒക്കെ ഉള്ള ഫങ്ഷനിങ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുക, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനനുസരിച്ചിട്ട് അവർക്ക് ഓരോ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, ഓരോ മിഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാധാ ഒരു ഗവൺമെൻറ് സ്കൂളിന് ഒരു മിഷനും ഉണ്ടാവും, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അൺഎയ്ഡഡിന് ഉണ്ടാവും, എയ്ഡഡിന് അവരുടേതായിട്ട്. ഇപ്പോൾ നവോദയ പോലെയൊക്കെയുള്ള സ്കൂളുകൾക്ക് ഒരു തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും. റെസിഡൻഷ്യൽ ആയിട്ടുള്ള സ്കൂൾസിന് വേറെ ഒബ്ജക്റ്റീവ് ആയിരിക്കും. പിന്നെ KV പോലെ കേന്ദ്രീയ വിദ്യാലയം പോലുള്ളവർക്കൊക്കെ വേറെ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും. അപ്പോൾ ഓരോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഓരോ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റീവിനനുസരിച്ചിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷനെ ആ ഒബ്ജക്റ്റീവിലേക്ക് അല്ലെങ്കിൽ ആ ഗോളിലേക്ക്, ആ വിഷൻ അച്ചീവ് ചെയ്യുന്ന രീതിയിലേക്ക് ഇങ്ങനെ ശരിയായ പാതയിൽ കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സാണ് ഈ എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഇൻവോൾവ് ചെയ്യുന്നിട്ടുള്ള പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? പ്ലാനിങ് ഉണ്ടാവണം. നമുക്കൊരു സാധനം അച്ചീവ് ചെയ്യണം, നമുക്കൊരു ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് വെറുതെ ചെയ്യാൻ പറ്റില്ല. കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മളത് അച്ചീവ് ചെയ്യുക. അതേപോലെ ഓർഗനൈസ് ചെയ്യണം. നമ്മൾ എന്തൊക്കെയാണ്, ഇപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ബി എഡ് നമുക്ക് പാസ്സാവണം, അതാണ് നമ്മുടെ ഗോൾ. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ പ്ലാൻ ചെയ്യണം. ആദ്യം നമുക്ക് ഫസ്റ്റ് സെമസ്റ്റർ പാസ്സാവണം. ഫസ്റ്റ് സെമസ്റ്റർ പാസ്സാവണതിൻ്റെ അതിൻ്റെ കൂടെ കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യണം, അസൈൻമെൻറ്റ്സ് എഴുതണം, ടാസ്കും കാര്യങ്ങളൊക്കെ എഴുതണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ സെറ്റായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യണം. ആദ്യം ഇത് ചെയ്യണം, ഇത് അച്ചീവ് ചെയ്യണം, അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തണം. കൺട്രോൾഡ് ആയിരിക്കണം. എല്ലാതും ഒറ്റയടിക്കാണ് ചെയ്യുക, അങ്ങനെ പറ്റില്ല. പല കാര്യങ്ങളും നമ്മൾ ഒരു കൺട്രോൾഡ് പ്രോസസ്സായിരിക്കണം. പിന്നെ ഡിസിഷൻ മേക്കിംഗ്, കൃത്യമായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുത്ത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുക. മോട്ടിവേറ്റിംഗ് ആയിരിക്കണം. നമുക്കൊരു ഗോൾ ഉണ്ടാവും, അച്ചീവ് ചെയ്യാൻ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഉത്സാഹം ഉണ്ടാവും. പക്ഷേ എപ്പോഴും നമ്മൾ വിചാരിച്ച വഴി കൂടെ തന്നെ സാഹചര്യങ്ങൾ കൊണ്ടുപോയിക്കൊള്ളുന്നില്ല. നമുക്ക് പാളിച്ചകളൊക്കെ പറ്റാം, ഡീമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുക. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വീണ് പോയാലും പ്രതീക്ഷ കൈവിടാതെ നമ്മൾ എണീറ്റ് വീണ്ടും പണിയെടുക്കണം നമ്മുടെ ഗോളിലേക്ക്. അതാണ് ഈ മോട്ടിവേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലീഡിങ് ഉണ്ടാവണം, ഒരു ലീഡർ വേണം. നമ്മളെപ്പോഴും പ്രത്യേകിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ ഒരു കേസ് എടുക്കുമ്പോൾ കുറേ ആൾക്കാർ കൂടിയിട്ട് ഒരു വലിയൊരു സംഭവമല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യണതല്ലല്ലോ. അപ്പോൾ ഒരു ബൃഹത്തായ ഒരു സംരംഭമാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഒരു നാഥനില്ലാത്തൊരവസ്ഥ വരരുത്. അതിന് നമ്മൾ നോക്കി സൂപ്പർവൈസ് ചെയ്ത് കാര്യങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കി കൊണ്ടുപോകാൻ ഒരു ലീഡർ ഉണ്ടാവണം. കമ്മ്യൂണിക്കേറ്റിംഗ് സ്കില്ലുകൾ ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ വേണം. ഈ എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റിൽ കമ്മ്യൂണിക്കേഷൻ വേണം. പിന്നെ പെർഫോമൻസ് അപ്രൈസലുകൾ നടത്തണം. ടീച്ചേഴ്സിൻ്റെ ആയാലും കുട്ടികളുടെ ആയാലും ഒക്കെ എന്ത് ചെയ്യണം? പെർഫോമൻസ് അപ്രൈസലുകൾ നടത്തണം. നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ് അപ്രൈസൽ നടത്താം. അപ്പോൾ ടീച്ചേഴ്സും കുട്ടികളൊക്കെ ഒരു ആവശ്യം പറഞ്ഞിട്ട് അത് കാലാകാലമായിട്ട് ചെയ്യാണ്ടിരിക്കുക, അത്രയും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ആവശ്യമാണെങ്കിൽ പോലും അത് നടത്താണ്ടിരിക്കുകയൊക്കെ ആണെങ്കിൽ അവർക്കൊരു സെൽഫ് അപ്രൈസൽ നടത്താവുന്നതാണ്. പിന്നെ അതേപോലെ ഈ പെർഫോമൻസ് അപ്രൈസൽ നടത്തിയതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റിവാർഡുകൾ കൊടുക്കാം. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് നടത്താം. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളുടെയും കുട്ടികളുടെയൊക്കെ ആ ഒരു ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് നടത്തുക. ഇതൊക്കെ എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റിൽ ഉള്ളിൽ വരുന്ന പ്രോസസ്സുകളാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് അതിൻ്റെ കൺസെപ്റ്റ് എന്നുള്ളത്, അല്ലേ? നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ അവരുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ തരത്തിലേക്ക് പാകപ്പെടുത്തി വേണ്ട പ്രോസസ്സുകളൊക്കെ നടത്തി പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഗ്രോയിങ് കോംപ്ലക്സിറ്റി ഓഫ് എഡ്യൂക്കേഷണൽ എൻ്റർപ്രൈസ്. നമ്മുടെ എഡ്യൂക്കേഷണൽ ഫീൽഡിലുള്ള കോംപ്ലക്സിറ്റികൾ, വളർന്നുകൊണ്ടിരിക്കുന്ന കോംപ്ലക്സിറ്റികൾ തന്നെയാണ് ഇങ്ങനെ ഒരു എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അത് ഉണ്ടാവേണ്ടതിൻ്റെയൊക്കെ ഒരു ആവശ്യകത ഉണ്ടായത്, അല്ലേ? നമ്മുടെ ഒരു പാരൻസൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിലുള്ളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല ഇപ്പോൾ. ഭയങ്കര കോമ്പറ്റീറ്റീവാണ്. ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്താണ്? നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാവണമെങ്കിൽ നല്ലൊരു എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യണം. പിന്നെ മോഡേൺ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ്. നമുക്കിപ്പോൾ ബുക്കും പേനയില്ലാണ്ടെയും കൂടെ നമുക്ക് പഠിക്കാം, അത് പോസിബിളാണ്. പക്ഷെ ഒരു ടെക്നിക്കലായിട്ടുള്ള സപ്പോർട്ട് ഇല്ലാണ്ട് ടെക്നോളജി വേണ്ടാന്ന് വിചാരിച്ചിട്ട് പഠിക്കൽ ഭയങ്കര ദുഷ്കരമായിരിക്കും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ആ ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചിട്ട് അതൊക്കെ ഈ എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ ഇവോൾവിംഗ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ പാറ്റേൺ. നമ്മുടെ
എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇവോൾവിങ് എഡ്യൂക്കേഷൻ പാറ്റേൺ. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, കോവിഡിന് മുന്നേയും ശേഷം എല്ലാ സെക്ടറിനെയും നമുക്ക് അങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. പക്ഷേ എഡ്യൂക്കേഷൻ സെക്ടറിൽ തന്നെ നമുക്ക് എവിഡൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അന്ന് വരെ നമ്മൾ പോർഷൻ തീർന്നിട്ടില്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ് വെച്ച് രാവും പകലും ഇല്ലാണ്ട് ക്ലാസ് തീർക്കുക ചെയ്യുക. അതേവരെ കോവിഡ് ഉണ്ടാകുന്ന വരെ നമ്മളൊരു ഗൂഗിൾ മീറ്റോ സൂം മീറ്റോനെ പറ്റി ആലോചിക്കുകയും നമ്മളങ്ങനെ നമ്മുടെയൊക്കെ ഒരു സെറ്റപ്പിൽ അത്രയും അങ്ങനെയൊന്നും ആലോചിച്ച് ചെയ്തിട്ടില്ല. പക്ഷെ കോവിഡിന് ശേഷം നമുക്ക് സിലബസ് തീർന്നില്ല. ഇപ്പോൾ മഴയായിട്ട് കുറേ ലീവ്, പിന്നെ യൂത്ത് ഫെസ്റ്റിവലിൽ മേളകൾ, അങ്ങനെ കുറേ ഒഴിവുകളും കുറേ ക്ലാസ് കിട്ടാത്ത അവസ്ഥകളൊക്കെ വന്നാലും ഈ രാത്രി നേരത്തൊക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്യാം, നമുക്കൊരു ഗൂഗിൾ മീറ്റ് വയ്ക്കാം. ഭയങ്കര അത്രയും ബുദ്ധിമുട്ടില്ല. മറ്റേത് സ്കൂളിൽ പോയിട്ടാണ് ചെയ്യുക, അല്ലെങ്കിൽ കോളേജിൽ പോയിട്ടാണ് ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടല്ലോ. ഇതിപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എഡ്യൂക്കേഷണൽ പാറ്റേൺസിനനുസരിച്ചിട്ട് അതൊക്കെ നമ്മുടെ എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ, പണ്ടത്തെ ചിലവല്ല ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് ഉള്ളൂ. പണ്ടത്തേനെക്കാട്ടിക്കും നല്ല ചിലവുണ്ട്. അത് നമ്മുടെ എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. പിന്നെ ഇൻക്രീസിങ് പൊളിറ്റിസൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, അതിപ്പോൾ എല്ലാ കാലത്തും റൂളിംഗ് പാർട്ടികൾ അവരവരുടെ നയങ്ങൾ മറ്റേത് സെക്ടറിലെന്ന പോലെ ചിലപ്പോൾ കുറച്ചും കൂടി അധികം ഈ എഡ്യൂക്കേഷൻ സെക്ടറിൽ അവരുടെ നയങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അതൊക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റിനെ ബാധിക്കും. പിന്നെ സോഷ്യൽ ചേഞ്ചസിനും എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റിനെ ബാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കോവിഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ അതൊരു സോഷ്യൽ ചേഞ്ചാണ്. അതെന്ത് ചെയ്തു, നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് ആണെങ്കിലും അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, റൂൾസും ലോസോ റെഗുലേഷൻസോ എന്താ നമ്മുടെ ഉള്ളത് വെച്ചാൽ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മുടെ ആ ഒബ്ജക്റ്റീവ്സൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിവപ്പെടുത്തി പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഈ എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് നീഡ് എന്താ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷനെ നന്നാക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷന് നല്ലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക, ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അവരുടെ ഒരു എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് വർക്ക് ചെയ്യുക. അതേപോലെ കുട്ടികളുടെയും ടീച്ചേഴ്സിൻ്റെയും അവരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെയൊക്കെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നന്നാവണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരും നന്നാവണമല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ഒരു വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, അതേപോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ് ആവാം, അല്ലെങ്കിൽ ഫിനാൻസ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, മെഷീനറി, അങ്ങനെയുള്ള എല്ലാ റിസോഴ്സസിൻ്റെയും മാക്സിമം യൂട്ടിലൈസേഷൻ നടത്തുക. അതേപോലെ നമ്മൾ നല്ല എഡ്യൂക്കേഷനൊക്കെ കൊടുത്തിട്ട് നമ്മൾ അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യും, സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കും. അതേപോലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുത്തിട്ട് അതെന്താണ്, തൊഴിലുണ്ടാവുകയും നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ടാവുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് തന്നെയാണ് അതൊരു അസറ്റ് അല്ലേ. നമ്മുടെ സമൂഹത്തിൽ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണും. പിന്നെ കുട്ടികളെയും ടീച്ചേഴ്സിനെയും സ്റ്റാഫിനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുക ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഒരു ക്യാമ്പസ് ലൈഫ്, നമ്മുടെ സ്കൂളോ അല്ലെങ്കിൽ കോളേജോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി വർദ്ധിപ്പിക്കുക. അതിൽ വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, മറ്റെന്ത് ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, ലൈബ്രറി, ലബോറട്ടറി, അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസ്, അതിൻ്റെയൊക്കെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക. ഒന്നുമില്ലാത്ത അവസ്ഥയല്ലാണ്ട് അത്യാവശ്യം എന്നല്ല, പഠിപ്പിക്കാനും ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒപ്പിക്കുക. അങ്ങനെ ഒരു ക്വാളിറ്റി ക്യാമ്പസ് ഉണ്ടാക്കാൻ, എൻഹാൻസ് ചെയ്യാനൊക്കെ നോക്കുക. അതൊക്കെയാണ് ഇതിൻ്റെ നീഡ്. ഇനി സ്കോപ്പാണ് പറയുന്നത്. സ്കോപ്പും നീഡിൻ്റെ ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെ എന്താണ്, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ ആസ്പെക്ട്സുകളും ഇൻക്ലൂഡഡ് ആണ് ഈ എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ്. ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ ടീച്ചിങ് ആണെങ്കിലും, കുട്ടികളുടെ ലേണിംഗ് ആണെങ്കിലും, അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആണെങ്കിലും, സ്റ്റാഫുകളുടെ കാര്യങ്ങളാണെങ്കിലും, മറ്റ് സ്റ്റാഫുകളാണെങ്കിലും, പിന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, എല്ലാ കാര്യത്തിലും ഈ എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇടപെടലുണ്ടാവും. പിന്നെ അതേപോലെ നമ്മുടെ അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുള്ള, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിലുള്ള എല്ലാവർക്കും അതിൽ നിന്നൊരു ബെനിഫിഷ്യറി ആവണം എന്നുള്ള ഒരു കാര്യം ഉണ്ടാവും. പിന്നെ ഒരു എഡ്യൂക്കേഷൻ, നമ്മളൊരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ഫങ്ഷനിങ് ആയിരിക്കും അവിടെ ഉണ്ടാവുക എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ. എല്ലാവരും ഒന്ന് യുണൈറ്റഡ് ആയിട്ട് ഒരു സ്മൂത്ത് ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഫങ്ഷനിങ് നടക്കും. അതേപോലെ ഒരു പ്ലാനിങ്ങും ഡയറക്ഷനും, നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഓർഗനൈസ്ഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യുമ്പോൾ അത് മൊത്തത്തിലൊരു ഭംഗിയാണ് അങ്ങനെ ഒരു സ്ഥാപനം വർക്ക് ചെയ്യുമ്പോൾ അല്ലേ. അല്ലാണ്ട് കുത്തഴിഞ്ഞ പോലെ ആകുമ്പോൾ അതുകൊണ്ട് ആർക്കും ഗുണം ഉണ്ടാവില്ല, ഒരു മെച്ചം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഫങ്ഷനിങ് നടക്കാനൊക്കെ എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ്
സഹായിക്കും. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് വരുന്നത്? ഡിറക്ഷൻ ഉണ്ട്, കൃത്യമായിട്ടുള്ള ദിശയിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ടുപോവുക, ഇടയിൽ ഡൈവേർട്ട് ചെയ്ത് പോരുത്. നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഈ ഒരു അക്കാഡമിക് ഇയറിൽ നമുക്കൊരു 90% വിജയ ശതമാനം കൊണ്ടുവരാം. അപ്പോൾ ഒന്നുമില്ല, ഒരു 10-20% വിജയ ശതമാനമായിട്ടുള്ളൂ, അതിനൊരു 90ലേക്ക് എത്തിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കണം. അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മുടെ ഫോക്കസ് ഡൈവേർട്ട് ചെയ്ത് പോരുത്. പിന്നെ പ്ലാനിങ്, നമുക്ക് എന്താണ് നേടിയെടുക്കേണ്ടത് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഇതൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് അതിന് ശേഷം ചെയ്യണം, അങ്ങനെ ഓർഗനൈസ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. നമ്മുടെ പെർഫോമൻസുകളും നമ്മുടെ കാര്യങ്ങളും അവിടെ നടക്കുന്ന പ്രോസസ്സുകളൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യണം. പിന്നെ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡിനെ ഇമ്പ്രൂവ് ചെയ്യണം. റെഗുലറായിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രവർത്തനങ്ങൾ അസസ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് സ്ഥാപിച്ച കാലഘട്ടത്തിൽ തൊട്ടിട്ട് ഒരു 10-20 വർഷം കഴിഞ്ഞാലും അതേ ഒരു സ്റ്റാൻഡേർഡിൽ നിൽക്കാണ്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓരോ കാലഘട്ടത്തിലും നമ്മളൊരു ടൈം പീരീഡ് വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്റ്റാൻഡേർഡ്സ് ഇമ്പ്രൂവ് ചെയ്യണം. ഇനി ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലൈമറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ജനാധിപത്യപരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ സവിശേഷതകളാണ് പറയുന്നത്. അത് നമുക്ക് ആലോചിച്ച് എഴുതാവുന്നതേ ഉള്ളൂ. എന്തൊക്കെയാണ്? വളരെ പോസിറ്റീവ് ആൻഡ് കൺഡ്യൂസീവ് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആയിരിക്കും. നമുക്ക് സ്റ്റാഫിനായാലും ടീച്ചേഴ്സിനായാലും അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടാവും അവിടെ. നമ്മളിപ്പോൾ ഒരു യൂണിഫോം എടുക്കുകയാണെങ്കിൽ പോലും ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയൊക്കെ കൺസേൺസ് എടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുകയും വാലിഡ് ആയിട്ടുള്ളതാണെങ്കിൽ ആ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എന്ത് കാര്യം നടക്കുമ്പോഴും എല്ലാവരുടെയും ഒരു ഫീഡ്ബാക്ക് എടുത്ത് എല്ലാവരെയും, ഇപ്പോൾ കുട്ടികളെ ആയാലും ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫിനെ ആയാലും മാനേജ്മെൻ്റ് ആയാലും എല്ലാവരും കൂടി കൂട്ടായിട്ട് ഒത്തൊരുമയോട് കൂടിയിട്ടൊരു തീരുമാനമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താവും, അവിടെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ക്ലൈമറ്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെ ആവശ്യം അറിഞ്ഞ് മനസ്സിലാക്കി അതിപ്പോൾ ഭയങ്കര ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയിട്ട് അവരുടെ ആവശ്യങ്ങൾ വാങ്ങിയെടുക്കേണ്ട ഒരു അവസ്ഥ വരാതെ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും ഒരു നല്ലത് വരുത്താൻ വേണ്ടിയിട്ട് നമ്മളും പ്രവർത്തിക്കുമല്ലോ. അപ്പോൾ പോസിറ്റീവായിട്ടൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ രാവിലെ നീറ്റ് അവിടേക്ക് പോകാനൊരു തോന്നലുണ്ടാവണം. ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നും. അതല്ല എന്നുണ്ടെങ്കിൽ ആകെ പ്രശ്നവും വഴക്കും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് തോന്നില്ല, ഇന്നിപ്പോൾ പോകണ്ടെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാവും. അതല്ലാണ്ട് നമ്മളെ ഏത് നിമിഷവും നമുക്ക് അവിടേക്ക് വേണ്ടി ചെയ്യാം, എന്തും ചെയ്യാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള രീതിയിൽ അത് എന്ത് ചെയ്യണം, അത് ചിലപ്പോൾ എപ്പോഴും നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു റിച്ച് എൻവയോൺമെൻറ്റ് ആയിക്കോളണമെന്നില്ല. അത്രയും സെറ്റപ്പുകളും ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തുകൊള്ളണമെന്നില്ല. പക്ഷെ അവിടെയുള്ള ആൾക്കാരും അവിടെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പതിയെ പതിയെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം, അവിടെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കണം. ഇനി ഈ ഓർഗനൈസേഷൻ പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് സ്കൂളുകളിൽ. അപ്പോൾ ഓർഗനൈസേഷൻ പ്രോസസ്സ് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വർഷത്തിൽ ഇത്ര വിജയ ശതമാനം കൈവരിക്കുക എന്നുള്ളതാണ് ഗോള്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോന്ന് പ്ലാൻ ചെയ്യണം. ആദ്യം ഇന്നത്, പിന്നെ അടുത്തത് ഇത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അതൊക്കെ ചെയ്യണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങളും നമ്മുടെ നീഡിനനുസരിച്ചിട്ട് നമ്മുടെ സ്ട്രാറ്റജീസൊക്കെ മാറ്റി പണ്ടുണ്ടായിരുന്ന അതേ സ്ട്രാറ്റജിയിൽ തന്നെ ഇപ്പോഴത്തെ പിള്ളേരെ പഠിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. ഒരു 10 വർഷം മുന്നുള്ള ഒരു സ്ട്രാറ്റജിയിൽ നമുക്ക് ഇപ്പോഴത്തെ പിള്ളേരെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സാഹചര്യം മാറുന്നതിനനുസരിച്ച് ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ സ്ട്രാറ്റജീസൊക്കെ മാറ്റണം. അത് ടീച്ചിങ് ലേണിങ്ങിലായാലും നമ്മുടെ മാനേജ്മെൻറ്റിലായാലും ഒക്കെ ആ മാറ്റങ്ങൾ വരുത്തണം. അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മുടെ ഓർഗനൈസേഷൻ പ്രോസസ്സുകളൊക്കെ മാറ്റുക, അഡാപ്റ്റ് ചെയ്യേണ്ടതൊക്കെ അഡാപ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ സ്റ്റെപ്പാണ് ഇനി പറയുന്നത്, ഓർഗനൈസേഷൻ പ്രോസസ്സിൻ്റെ സ്റ്റെപ്പ്. അപ്പോൾ നിലവിലുള്ള ഒബ്ജക്റ്റീവ്സും പ്ലാൻസും എന്തൊക്കെയാണ് നമ്മൾ റിവ്യൂ ചെയ്യുക, അതിനെ കൃത്യമായിട്ട് വിശകലനം ചെയ്യുക, പഠിക്കുക, അതിലെന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കുക, എന്തൊക്കെ മാറ്റണം എന്ന് നോക്കുക, അതിലാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യുക. പിന്നെ അതേപോലെ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫങ്ഷനിങ് ആകുമ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ കാര്യങ്ങളാക്കിയിട്ട് മാനേജബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലാക്കിയിട്ട് ഓരോരുത്തർക്ക് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി പോലെയൊക്കെ കൊടുത്ത് ഓരോരുത്തർക്കായിട്ട് ഓരോന്ന് നമ്മൾ
ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ യൂത്ത് ഫെസ്റ്റുകളിലും മേളകളൊക്കെ വരുമ്പോൾ ഓരോ ടീച്ചേഴ്സിനും ഓരോ ചാർജ് കൊടുക്കില്ല. ഇപ്പോൾ ശാസ്ത്രമേളയുടെ ചാർജ് ഒരു ടീച്ചർക്കാണെങ്കിൽ സാമൂഹ്യ ശാസ്ത്രമേളയുടെ ചാർജ് വേറൊരു ടീച്ചർക്ക് കൊടുക്കും, IT മേളയുടെ ചാർജ് വേറെ ടീച്ചർക്ക് കൊടുക്കും. എല്ലാം കൂടെ ഒരാൾക്ക് ഒരു പ്രിൻസിപ്പൽ അല്ലെങ്കിൽ HM എന്നുള്ള ഒരാൾക്ക് മാത്രം നോക്കി നടത്താൻ പറ്റില്ല. അപ്പം അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം നമ്മൾ, ഇതിപ്പോൾ ഒരു മേളകളുടെ കാര്യമാണ് പറഞ്ഞത്, അതേപോലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ ചെറിയ ചെറിയ മാനേജബിൾ ഗ്രൂപ്പായിട്ട് മാറ്റിയിട്ട് അതിന് ആക്ടിവിറ്റീസ് കൊടുക്കുക. അതിന് പറ്റിയ ആൾക്കാർ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ശാസ്ത്രമേളയുടെ ഡ്യൂട്ടിയൊക്കെ ഒരു മ്യൂസിക് ടീച്ചറിനെ ഏൽപ്പിക്കുന്നതിനേക്കാൾ ഒരു സയൻസ് ടീച്ചറെ ഏൽപ്പിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അവർക്ക് കുറച്ചും കൂടെ ആ ഏരിയയിൽ, അതാണ് അവരുടെ ഏരിയ ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ നോളജ് ഉണ്ടാവും, മറ്റേ ടീച്ചർക്ക് ഇല്ല എന്നല്ല. ആ പാട്ട് ടീച്ചർ എന്ത് ചെയ്യുക, നമുക്ക് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആ ടീച്ചർ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ആർട്സായിട്ട് കുറച്ചും കൂടെ റിലേറ്റഡ് ആയിരിക്കും ആ ടീച്ചർ. അതല്ല നേരെ തിരിച്ചും ആവാം, എല്ലാം എന്നല്ല, ജനറലി ഇങ്ങനെയാണ് സാധ്യത. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പറ്റുന്ന ആൾക്കാരെ നോക്കിയിട്ട് പറ്റിയ ജോലി ഏൽപ്പിക്കുക, അതൊക്കെ ചെയ്യുക. പിന്നെ ഒരു ഹൈറാർക്കി ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. നമ്മളിപ്പോൾ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണെന്ന് പറഞ്ഞാലും നമ്മളിപ്പോൾ പ്രിൻസിപ്പൾ HM ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ തോളിൽ കൈയിട്ടിട്ട് നമ്മൾ ടീച്ചേഴ്സ് നടക്കില്ലല്ലോ. അവിടെ ഒരു ഹൈറാർക്കിയും റെസ്പെക്റ്റും ഒക്കെ ഉണ്ടാവും, ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഹൈറാർക്കി ഒക്കെ ഉണ്ടാവും. അത് എത്ര തന്നെ നമ്മൾ ഡെമോക്രാറ്റിക് അറ്റ്മോസ്ഫിയർ ആണെന്ന് പറഞ്ഞാലും ഉണ്ടാവും. അത് പക്ഷെ നല്ലൊരു രീതിയിലുള്ള റിലേഷൻഷിപ്പ്, ഹൈറാർക്കിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനൊക്കെ നോക്കാം. അതൊക്കെയാണ് ഈ ഓർഗനൈസേഷൻ പ്രോസസ്സിൻ്റെ സ്റ്റെപ്പിൽ വരുന്നത്. ഇനി ഈ ഓർഗനൈസേഷണൽ പ്രോസസ്സിൻ്റെ റിസോഴ്സ് മൊബിലൈസേഷൻ ആണ് വരുന്നത്. റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസുകളും നമ്മൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, അതിനെ മൊബിലൈസ് ചെയ്യുക. ഇപ്പോൾ ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, ഹ്യൂമൻ റിസോഴ്സസ് ആയിക്കോട്ടെ, മെറ്റീരിയൽ ആയിട്ടുള്ള മെക്കാനിക്കലായിട്ടുള്ള റിസോഴ്സുകളായിക്കോട്ടെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു ഗോൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ള യൂസ് ചെയ്യുക. ഏറ്റവും എത്ര നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കാം. നല്ല പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ ആ ടീച്ചറെ കൊണ്ട് മാക്സിമം ക്ലാസ് എടുപ്പിച്ച് കൊല്ലണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ആ ടീച്ചറുടെ സ്കില്ലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളിലേക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതേപോലെ നല്ലൊരു മറ്റ് സ്റ്റാഫുകൾ, പാട്ട് പാടുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ടെക്കി ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും, അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ടെക്നിക്കലായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അവരുടെയൊക്കെ ഓരോരുത്തരുടെ സ്കില്ലനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരെ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഫിനാൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് കുറച്ച് കാശുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എന്തൊക്കെ വേണം എന്നുള്ളത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ മികച്ചതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ റിസോഴ്സ് മൊബിലൈസേഷൻ്റെ കീ ആക്ഷൻസ് എന്തൊക്കെയാണ്, നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഓർഗനൈസേഷണൽ അസസ്മെൻറ്റ് നടത്തണം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ ഇല്ല, എന്തൊക്കെ വേണം, ഇനി എന്തൊക്കെ കുറച്ച് ഡിലേ ആയിട്ട് നടത്തിയാലും പ്രശ്നമില്ലാത്ത കാര്യങ്ങൾ എന്താ, അങ്ങനെയുള്ള നമ്മളൊരു ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു അസസ്മെൻറ്റ് നടത്തണം. അതേപോലെ ഒരു മിനിമം ക്വാളിറ്റി സ്റ്റാൻഡേർഡെങ്കിലും സെറ്റ് ചെയ്യണം. അത് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അതേപോലെ നമ്മൾ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള പഞ്ചായത്തോ അങ്ങനെ ഉള്ള കീ ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നമ്മൾ പ്രൊജക്ട് പ്രപ്പോസൽസുകളൊക്കെ കൊണ്ടുവരിക, അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുക. അതേപോലെ നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റൊക്കെ കൊണ്ടുവരാന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതിനെ മോണിറ്റർ ചെയ്യണം. അത് നമ്മുടെ സമയവും പൈസയും കളയാനുള്ളതല്ലല്ലോ, അതല്ലാണ്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഒക്കെ എന്തുണ്ടാവും, ആ ഇൻസ്റ്റിറ്റ്യൂഷനും അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്കും ഗുണം ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും, പുറമേക്ക് നമ്മുടെ സൊസൈറ്റിക്കും ഗുണം ഉണ്ടാവും. അപ്പോൾ വേസ്റ്റ് ഓഫ് ടൈം അല്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. അതല്ലാണ്ട് ഒരാളെ ഏൽപ്പിച്ചിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് നോക്കാതെ ഇരിക്കരുത്. പിന്നെ നമ്മുടെ പോളിസി ഡിസിഷൻസൊക്കെ അതൊക്കെ നമ്മൾ കൊണ്ടുവരണം. നമ്മൾ കാലാനുസൃതമായിട്ട് മാറ്റുക, എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഡിസൈൻ ചെയ്തെടുക്കുക. പിന്നെ വേരിയസ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് നമ്മൾ നടത്തണം, ഓരോ സമയത്തിനനുസരിച്ചിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നടത്തണം. ഇനി അടുത്തത് കോ കരിക്കുലർ ആക്ടിവിറ്റീസാണ്. ഇനീഷ്യലി നമ്മളിത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നാണ് പറയുന്നത്. കരിക്കുലർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും, പിന്നെ അതിൻ്റെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും.
ഇപ്പോൾ അധികമായിട്ടില്ല അത് കോ കരിക്കുലർ ആയിട്ടുള്ളത്. കരിക്കുലാറിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ കോ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. ഇപ്പോൾ നമ്മുടെ കുട്ടികളെ പണ്ടത്തെ ഒരു ഐഡിയോളജിയിലല്ല ഇപ്പോൾ സ്കൂളിലേക്ക് വരുന്നത്. കുട്ടികളെ മൊത്തത്തിലുള്ള ഡെവലപ്മെൻറ്റാണ്, ഓൾറൗണ്ട് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റാണ് സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ വന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പേഴ്സണാലിറ്റി, ഒരു ക്യാരക്ടർ ബിൽഡിങ്ങും ഒക്കെ അവിടെ വരുന്നുണ്ട്. അല്ലാണ്ട് സയൻസോ മാത്സോ ഇംഗ്ലീഷോ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല സ്കൂളിൽ വരുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കോ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ത് ചെയ്യും, അതിലേക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ ആർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, സയൻസ് ഫെയർ അങ്ങനത്തെ ഫെയറുകളിലൊക്കെ മേളകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ പല സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് ഐറ്റത്തിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ നിൽക്കാൻ, ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചിലൊക്കെ, അതേപോലെ മറ്റുള്ള അഭിപ്രായങ്ങളെ മാനിക്കാനും, നമുക്ക് ഇഷ്ടമായില്ലെങ്കിലും അത് കേട്ടിട്ട് നല്ല രീതിയിൽ അതെനിക്ക് ഇഷ്ടമായില്ല എന്നുള്ള പറയാൻ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒക്കെ ഒരു സ്കില്ലുണ്ടല്ലോ, അതൊക്കെ നടത്തുക. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റും. ലീഡർഷിപ്പ് ക്വാളിറ്റി കൊണ്ടുവരാൻ ഇതിനൊക്കെ ഈ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഹെൽപ്പ് ചെയ്യും. അടുത്ത് പറയുന്നത് ഇവാലുവേഷൻ എന്താണെന്നാണ്. ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന് കുറ്റം പറയൽ മാത്രമല്ല, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ചെയ്ത കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അസസ് ചെയ്യാണ്. എന്തൊക്കെയാണ് പ്രശ്നം, എന്തൊക്കെയാണ് നന്നായത്, നമ്മൾ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം. നമ്മുടെ പെർഫോമൻസുകളൊക്കെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പെർഫോമൻസിന്, ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയൊക്കെ പെർഫോമൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവാലുവേറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ ഇവാലുവേഷൻ നടത്തുന്നതിൻ്റെ പർപ്പസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ്സുകൾ, ഏരിയാസ്, വീക്കർ ആയിട്ടുള്ള ഏരിയാസ് കണ്ടെത്താം. അതേപോലെ നമ്മുടെ വീക്കർ ഏരിയാസിനെ എങ്ങനെ നമുക്ക് സ്ട്രോങ്ങർ ഏരിയാസ് ആക്കി മാറ്റാം, അതിന് എന്തൊക്കെ വ്യത്യാസം വരുത്തണം, എന്തൊക്കെ അഡാപ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അതേപോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടംപററി ആയിട്ട് നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടൊക്കെ ഒരു ഹെൽത്തി കമ്പാരിസൺ നടത്താനൊക്കെ ഈ ഇവാലുവേഷൻ സഹായിക്കും. നീഡിലും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. നമുക്ക് എങ്ങനെ നമ്മുടെ പോരായ്മകളും നമ്മുടെ നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് എങ്ങനെയൊക്കെ അതൊക്കെ മാറ്റിയെടുക്കാം, പോരായ്മകളൊക്കെ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാം, എന്തൊക്കെ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യണം, നല്ല രീതിയിൽ സർവൈവ് ചെയ്തു പോകാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഇനി അതേപോലെ നമുക്കൊരു സ്പെഷ്യലായിട്ടൊരു ബെഞ്ച് മാർക്കായിട്ടുള്ള ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ എന്തൊക്കെയാണ്, അതേപോലെ നമ്മൾ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളും അഡാപ്റ്റേഷൻസൊക്കെയാണ് നടത്തേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ ഈ ഇവാലുവേഷൻ നല്ലതാണ്. നമ്മുടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റിന് ഇവാലുവേഷൻ ഒരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ സ്വന്തമായിട്ട് വിശകലനം നടത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇവാലുവേഷൻ നടത്തിയിട്ടുണ്ടാവണം. ഈ ബെനിഫിറ്റ്സും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്, നമ്മുടെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് നമ്മുടെ പെർഫോമൻസിനെ പറ്റിയിട്ട്. എവിഡൻസ് ബേസ്ഡ് ആണ്. ഈ പറഞ്ഞ മാതിരി വെറുതെ ഇങ്ങനെ പറയല്ലോ, ഇന്ന കാര്യം കൊണ്ട് ഇന്നത് ശരിയായില്ല, ഇന്ന കാര്യം കൊണ്ട് ഇന്നത് ശരിയായി, അപ്പോൾ അടുത്തത് ഇങ്ങനെ ചെയ്താൽ അതിനേക്കാൾ മെച്ചപ്പെടുത്താമെന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ഒരു അതേപോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പൊസിഷൻ ഒരു മൊത്തത്തിലൊരു ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഈ ഇവാലുവേഷൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇവാലുവേഷൻ ഈ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് മെച്ചപ്പെടണമെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവാലുവേഷൻ ഒരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്താണ് ഫീഡ്ബാക്ക് മെക്കാനിസം പറയുന്നത്. നമ്മൾ ഇവാലുവേഷൻ്റെ കാര്യം പറഞ്ഞ മാതിരി തന്നെ ഫീഡ്ബാക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിൽ പോയാൽ ഇത്തിരി കഴിഞ്ഞാൽ, കുറച്ച് ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ, ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഫീഡ്ബാക്ക് എടുക്കും കുട്ടികളുടെ, അല്ലേ? അപ്പോൾ പേപ്പറിൽ പേര് എഴുതണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി തരാനൊക്കെ പറയും. അപ്പോഴാവും ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ചില കാര്യങ്ങളൊക്കെ പിള്ളേർ നമ്മളെപ്പറ്റി എഴുതി തരും. നമ്മളൊന്ന് ആലോചിച്ചിട്ടും കൂടി ഉണ്ടാവില്ല, ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഇത് ആലോചിച്ചിട്ടാണ് ക്ലാസ് എടുത്തതെന്നൊക്കെ തോന്നും. അവർ അത്രയും നമ്മളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എന്തൊക്കെയാണ് ഈ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇവാലുവേഷൻ അതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെയാണ് സ്ട്രെങ്ത്ത്, എന്തൊക്കെയാണ് പോരായ്മകൾ, അതൊക്കെ മനസ്സിലാക്കാം. നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഫീഡ്ബാക്ക് മെക്കാനിസം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ കമ്പണൻസ് ആണ് ഈ പറയുന്നത്. സ്ട്രെങ്ത് അനാലിസിസ്, നമ്മളുടെ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കുന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഏരിയാസ് എവിടേക്കാണ്, അതേപോലെ ഇമ്പ്രൂവ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എവിടേക്കാണ് ഇമ്പ്രൂവ് ചെയ്യാൻ, ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏരിയാസ് എവിടേക്കാണ്, അതേപോലെ ഇനി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അവർ തന്നെ സജഷൻസ് വയ്ക്കും. ഇവിടെ ഈ ഏരിയ കുറച്ച് പ്രശ്നമാണ്, അത്ര ഇമ്പ്രൂവ്ഡ് അല്ല, ഇങ്ങനെ ചെയ്ത് നോക്കിക്കൂടെ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ചില ഫീഡ്ബാക്കുകൾ നമുക്ക് സജഷൻസും ഉണ്ടാവും. അപ്പോൾ ആ സജഷൻസ് നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു കൾച്ചർ ഉണ്ടാവുമല്ലോ, അതിനെ അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റണതാണെങ്കിൽ എന്ത് ചെയ്യാം, ആ സജഷൻസ് ഉൾക്കൊള്ളുകയും ചെയ്യാം.
അങ്ങനെ ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവാലുവേഷനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫീഡ്ബാക്ക് മെക്കാനിസം. അപ്പോൾ അവിടെയുള്ള ടീച്ചേഴ്സും നോൺ ടീച്ചിങ് ആയിട്ടുള്ള സ്റ്റാഫുകളും സ്റ്റുഡൻസും ഒക്കെ എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴല്ലേ നമുക്കറിയാം. നമ്മളൊരു സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ ആ സ്ഥാപനത്തിനെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങളുണ്ടാവും. പുറത്തുനിന്ന് ഒരാൾ പറയണ മാതിരിയല്ല, നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ നമുക്കാണ് അറിയാം ഇനി എന്താണ് അവിടെ വേണ്ടതെന്നും എന്തൊക്കെയാണ് അവിടെ നന്നായിട്ടുള്ളതെന്നൊക്കെ അറിയാം. അതേപോലെ അവിടെ ഒരു ബെഞ്ച് മാർക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ കൃത്യമായിട്ടുള്ള ഈ മെൻ്റൽ ഹെൽത്തിനൊക്കെ അതിനൊക്കെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് കൗൺസിലിംഗ് പോലെ ഇപ്പോൾ 10ഉം +2 ഒക്കെ ഉള്ള പിള്ളേർക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇതേപോലെ കൗൺസിലിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതല്ലാണ്ട് കൃത്യമായിട്ടുള്ള ഒരു പീരീഡിൽ എല്ലാ പിള്ളേരെയും വിളിച്ച് അങ്ങനെയുള്ള അതൊക്കെ ഇപ്പോൾ കുറേയൊക്കെ കണ്ടുവരുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ. പക്ഷേ ഇനീഷ്യലി അതൊക്കെ ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കാര്യങ്ങളാണ്. അപ്പം അതുപോലെ എന്തെങ്കിലും ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു കാര്യമൊക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ സജഷൻസ് ഒക്കെ ആയിട്ട് വരാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പറ്റുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഇനി പറയുന്നത് ഹെഡ് മാസ്റ്റർ ഓർ പ്രിൻസിപ്പൽ ആസ് എ ലീഡറാണ്. ഒരു HM അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പാണ്. ആ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ക്യാപ്റ്റൻ ആണെന്ന് നമുക്ക് പറയാം. എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ സൂപ്പർവിഷനിലാണ് വരിക. എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൂടെയാണ് കടന്നു പോവുകയും ചെയ്യുക. എല്ലാതും ഈ HM അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അറിഞ്ഞിട്ടാണ് അവിടെ ഒരു കാര്യം നടക്കുന്നത്. ഒരു ലീഡറായിട്ടും മാനേജറായിട്ടും അങ്ങനെ എല്ലാ റെസ്പോൺസിബിലിറ്റികളും ഏറ്റെടുക്കുന്ന ഒരാളാണ് HM എന്ന് പറയുന്നത്. അപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി നല്ല ഉള്ള ഒരാളായിരിക്കണം, സ്ട്രോങ് ലീഡറായിരിക്കണം, നല്ല പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തിത്വമായിരിക്കണം. അപ്പോൾ എല്ലാവരും കമാൻഡ് ചെയ്യുക എന്നുള്ള മാതിരിയല്ല, എല്ലാവരെയും യുണൈറ്റ് ചെയ്തിട്ട് ഒരു സ്കൂൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ടീച്ചേഴ്സും നോൺ ടീച്ചിങ് ആയിട്ടുള്ള സ്റ്റാഫുകളും പല ഏറ്റവും താഴെ നിന്ന് തൊട്ടിട്ട് മുകളിൽ വരെയുള്ള പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഒരേ രീതിയിൽ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളൊരു കഴിവ് ഈ പ്രിൻസിപ്പളിന് അല്ലെങ്കിൽ HMന് ഉണ്ടായിരിക്കണം. അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് സ്മൂത്തായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യുള്ളൂ. ലീഡർഷിപ്പിൽ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാൾ തന്നെ ആയിരിക്കണം. ഒരു ടീം വർക്കിനൊക്കെ പ്രൊമോട്ട് ചെയ്യാനും അല്ലെങ്കിൽ ചില ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ ചില സ്റ്റാഫിനെ മാത്രം ഫേവർ ചെയ്ത് അവർക്ക് മാത്രം ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ആകുമ്പോൾ മറ്റുള്ളവരെന്ത് ചെയ്യും, ഉടക്കുണ്ടാക്കും. അപ്പോൾ നമ്മുടെ മൊത്തത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സ്മൂത്തായിട്ടുള്ള ഫങ്ഷനിങ്ങിനെ അത് ബാധിക്കും. ഈ ലീഡർഷിപ്പ് ഉണ്ടാവണം, ക്വാളിറ്റി ഉണ്ടാവണം എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇവർക്ക് ചാലഞ്ചസും ഉണ്ട്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ബില്ല് ഉണ്ടാക്കുക അല്ലെങ്കിൽ സാധനം വാങ്ങിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം ഇവർ നോക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ സ്കൂളിൻ്റെ ഫങ്ഷനിങ് എല്ലാം നോക്കണം. ടീച്ചേഴ്സ് ക്ലാസ് പോകുന്നുണ്ടോ, കുട്ടികൾ സ്കൂളിലെ ഡിസിപ്ലിൻ എങ്ങനെയുണ്ട്, കുട്ടികൾ ക്ലാസ്സിൽ വരുന്നുണ്ടോ, കറങ്ങി നടക്കുന്നുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ഈ HMൻ്റെ ഒരു സൂപ്പർവിഷനിൽ വേണം നടക്കാൻ. അപ്പോൾ അതേപോലെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലുള്ള വ്യത്യാസങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ മാറ്റം വരുത്താമെന്നൊക്കെ നോക്കിയിട്ട് അഡാപ്റ്റ് ചെയ്യാനും പഠിക്കണം. അതേപോലെ നല്ലൊരു വിഷനും ഉള്ള ഒരാളായിരിക്കണം HM അല്ലെങ്കിൽ പ്രിൻസിപ്പളായിട്ട് ആവേണ്ടത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ. ഇപ്പോൾ ആ ഒരു വ്യക്തി HM ആവുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാക്കുക. എന്തൊക്കെ അവിടെ പോസിബിളായിട്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആ ഇൻസ്റ്റിറ്റ്യൂഷന് ചെയ്യാം. ഓരോ ടൈം സ്പാൻ വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് ഓരോ വിഷൻ ഉണ്ടാക്കുക, ഓരോ മിഷൻ ഉണ്ടാക്കുക, അത് അച്ചീവ് ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ ഒരു വളരെ വിഷനബിൾ ആയിട്ടുള്ളൊരു വ്യക്തിത്വമാണെന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന് അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എന്തായാലും ഉണ്ടാവും. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ടീച്ചിങ്ങും ഉണ്ട്, പ്ലാനിങ്ങും ഉണ്ട്. എപ്പോഴും ഒരു HM എന്ത് ചെയ്യണം, ടീച്ചറായിട്ടുള്ള റോളും കൂടെ വഹിക്കുകയാണ് നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റുഡൻറ്റ് റേഷ്യോയ്ക്ക് അനുസരിച്ചിട്ടാണ് പഠിപ്പിക്കേണ്ട ആവശ്യം വരുള്ളൂ. ക്ലാസ്സിൽ പോകേണ്ട ആവശ്യം വരില്ല, എല്ലാ HMമാർക്കും ആവശ്യം വരലില്ല. പക്ഷെ എന്നിരുന്നാലും ക്ലാസ്സിൽ പോകും, കുട്ടികളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഫീഡ്ബാക്ക് എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതേപോലെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് കുട്ടികളും പാരൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക, കുട്ടികളായിട്ട് കൊളാബറേറ്റ് ചെയ്യുക, ടീച്ചേഴ്സായിട്ട് കൊളാബറേറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓവറോൾ ഒരു ഡെവലപ്മെൻറ്റിന് അത് സഹായിക്കും. അതേപോലെ എന്തൊക്കെയാണ് ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷനിലും സൂപ്പർവിഷനിലും സ്കൂൾ സപ്ലൈസ് ആൻഡ് മാനേജ്മെൻറ്റ്, ക്യാമ്പസ് മാനേജ്മെൻറ്റിലൊക്കെ ഈ HMൻ്റെ റോളുണ്ട്.
അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും HM നോക്കണം. പിന്നെ എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യണം, സൂപ്പർവിഷൻ നടക്കണം. ടീച്ചർമാർ ക്ലാസ്സിൽ പോകുന്നുണ്ടോ, കൃത്യമായിട്ട് ക്ലാസ് കയറുന്നുണ്ടോ, ടീച്ചേഴ്സിൻ്റെ ടീച്ചിങ് മാനുവൽ സബ്മിറ്റ് ചെയ്യുന്നുണ്ടോ, അത് എഴുതുന്നുണ്ടോ, അതേപോലെ കുട്ടികളെ നന്നായിട്ട് അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നുണ്ടോ, കുട്ടികൾ കൃത്യമായിട്ട് ക്ലാസ് കയറുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, അവരുടെ പെർഫോമൻസ് എന്തൊക്കെയാണ്, പിന്നെ ക്ലാസ് ഒബ്സർവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇപ്പോൾ സ്കൂളിലേക്ക് വേണ്ട കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുക, അവിടുത്തെ കാര്യങ്ങൾ. ഇപ്പോൾ എന്തിനാ പറയുന്നത്, ഒരു പൈപ്പ് പൊട്ടി കിടക്കുകയാണെങ്കിൽ അത് നേരെയാക്കാൻ ആൾ വന്നാൽ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അവിടെ ഒരു സൂപ്പർവിഷൻ നടത്തുക. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഒരു സേഫ്റ്റി, ക്യാമ്പസിൻ്റെ മൊത്തത്തിലുള്ള സേഫ്റ്റി, ക്യാമ്പസിലുള്ള പ്രോപ്പർട്ടീസിൻ്റെ സേഫ്റ്റി, എന്തൊക്കെയാണ് വേണ്ടത്, എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് വയ്ക്കുക. മൊത്തത്തിൽ ആ സ്കൂളിനെ നമ്മുടെ കൈവെള്ളയിലാക്കിയിട്ട് കൊണ്ട് നടക്കുന്നത് ആരാണ്, ഈ HM അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എന്ന് പറയുന്നവരാണ്. അപ്പോൾ അവരുടെ ഡ്യൂട്ടി അത്രയും ഉണ്ട്. ഇതേപോലെ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ വരുമ്പോൾ, അല്ലെങ്കിൽ മേളകൾ വരുമ്പോൾ, സ്പോർട്സ് വരുമ്പോൾ, അങ്ങനെയുള്ള ഓരോ ആക്ടിവിറ്റി, ക്യൂസ് നടത്തുകയാണെങ്കിൽ അങ്ങനെ, ഒരു ഡേ ഓബ്സർവൻസ് ആണെങ്കിൽ അതൊക്കെ, അങ്ങനെ എന്തൊക്കെയാണെന്നുള്ളത് ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അതൊക്കെ പ്ലാൻ ചെയ്യുക. അതിന് പറ്റുന്ന ആൾക്കാർ അതിനൊക്കെ ഓതറൈസ് ചെയ്ത് കൊടുക്കുക, ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുക്കുക. അതേപോലെ സ്കൂളിൻ്റെ ഓഫീസ് മാനേജ്മെൻറ്റ്, ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. അതൊക്കെ HMൻ്റെ അണ്ടറിൽ വരുന്ന പരിപാടികളാണ്. ഇനി അടുത്ത് പറയുന്നത് പെർഫോമൻസ് അപ്രൈസലാണ്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ടീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ കുട്ടികളുടെ ആവാം, അവരുടെ ഒരു പെർഫോമൻസ് മൊത്തത്തിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെർഫോമൻസ് അപ്രൈസൽ നടത്തുക. ടീച്ചിങ് ക്വാളിറ്റി, അവരെങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്, ടീച്ചേഴ്സിന് എത്രത്തോളം സബ്ജക്റ്റ് നോളജ് ഉണ്ട്, അവരെത്രത്തോളം സബ്ജക്റ്റ് നോളജ് ഉണ്ടായാൽ മാത്രം പോരാ, എങ്ങനെയാണ് ആ സബ്ജക്റ്റിനെ അവർ കൺവേ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ, എത്രത്തോളം എഫക്റ്റീവായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനാണ് ഈ പെർഫോമൻസ് അപ്രൈസൽ നടക്കുക. ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ മന്ത്ലി ബേസിസിലൊക്കെ ടീച്ചേഴ്സിൻ്റെ പെർഫോമൻസ് അപ്രൈസൽ നടത്തും. എന്നിട്ട് അവർക്ക് ഗ്രേഡൊക്കെ കൊടുക്കും, ABC എന്ന് പറഞ്ഞിട്ട് ഗ്രേഡൊക്കെ കൊടുക്കും. അതൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്കും ആസ് എ ടീച്ചർ നമ്മളെ പറ്റിയിട്ട്, നമ്മളിതിന് ക്ലാസ് എടുക്കുന്നു പോകുന്നു എന്നല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നമ്മളെ വിലയിരുത്തുമ്പോൾ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന പിള്ളേർക്ക് നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് ഫീഡ്ബാക്ക് തരാനൊക്കെ ആയിട്ട്, ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ഇൻഫർമേഷനാണ്, ടീച്ചേഴ്സിന് ഒരു ഇൻഫർമേഷനാണ്. അവരെ ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഇൻഫർമേഷൻ എടുക്കാം, ഈ പെർഫോമൻസ് അപ്രൈസലുകളൊക്കെ എടുക്കാം. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അപ്രൈസലൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, ടീച്ചേഴ്സിന് അവരുടെ ഏരിയ ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. പിന്നെ ഈ പെഡഗോഗിക്കൽ കണ്ടന്റ് നോളജ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പെർഫോമൻസ് അപ്രൈസൽ നടത്താം. അപ്പോൾ നമ്മൾ പെഡഗോഗിക്കൽ കണ്ടന്റ് നോളജ് ആകുമ്പോൾ കണ്ടന്റ് നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിലുള്ള നോളജ് മാത്രം പോരാ, അതെങ്ങനെ നമ്മൾ കൺവേ ചെയ്യുന്നുള്ള. ചില ടീച്ചേഴ്സിന് അപാരമായിട്ടുള്ള ബുദ്ധി ഉണ്ടാവും, നോളജ് ഉണ്ടാവും, പക്ഷെ അവർക്ക് ക്ലാസ് എടുത്ത് പഠിപ്പിക്കാൻ പറ്റില്ല. ഭയങ്കരമായിട്ടുള്ള സ്കില്ല്, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും, പക്ഷേ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ആ ഇൻ്റലിജൻസും വേണം, അതേപോലെ തന്നെ അതിനെ കൺവേ ചെയ്യാനുള്ള സ്കില്ലും വേണം, കുട്ടികളിലേക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സ്കില്ലും വേണം. ആ കൺവേ ചെയ്യാൻ നമുക്ക് പലതരത്തിലുള്ള സ്ട്രാറ്റജീസും ടൂൾസും ഉപയോഗിക്കാം. ഇപ്പോൾ ഇങ്ങനെ ഒരു എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റിന് മനസ്സിലാക്കി തരാൻ എന്ത് ചെയ്യാൻ, ഒരു ഫീൽഡ് ട്രിപ്പോ ഫീൽഡ് വിസിറ്റോ ഒക്കെ നടത്താം. ഇതേപോലെ നല്ലപോലെ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുപോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരിക, അങ്ങനൊരു ഫീൽഡ് ട്രിപ്പ് നടത്താം. അതൊരു സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ഒരു സയൻസ് സബ്ജക്റ്റിൽ നമുക്കൊരു എക്സ്പെരിമെൻ്റ് നടത്താം, അങ്ങനെയുള്ള ഒരു ലബോറട്ടറി വിസിറ്റ് ചെയ്യുക, അവിടെ പോയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഓരോന്നിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ഓരോ സബ്ജക്റ്റിനനുസരിച്ചും ഓരോ കണ്ടൻറ്റിനനുസരിച്ചിട്ടും ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺവേ ചെയ്യാം. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുക. ഇപ്പോൾ തിയററ്റിക്കൽ നോളജും പ്രാക്ടിക്കൽ ക്ലാസ് റൂം എക്സ്പീരിയൻസുകളെയൊക്കെ വെച്ചിട്ടാണ് ഒരു ടീച്ചറുടെ പെർഫോമൻസ് അപ്രൈസൽ നോക്കാം. അതേപോലെ കുട്ടികളെ നമുക്ക് നോക്കാം കേട്ടോ, അവരുടെ നോളജിനെ ഒക്കെ, അവരുടെ പഠനം ലേണിംഗ് എങ്ങനെയാണെന്നുള്ളത് വെച്ചിട്ട് അവരുടെ ഒരു പെർഫോമൻസ് അപ്രൈസലും നമുക്ക് എടുക്കാം. ഈ പെർഫോമൻസ് അപ്രൈസൽ എടുക്കുന്നതോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയാണ്. ഒരാളും നോക്കണില്ല, ഞാൻ ക്ലാസ് എടുക്കുന്നത് ഒരാളും നോക്കണില്ല, എങ്ങനെയാ വെച്ചാൽ എടുത്തോട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എനിക്കത് മികച്ചതാക്കാനുള്ളൊരു ആ ഒരു ആവേശം അത്ര ഉണ്ടാവില്ല. ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഉണ്ടാവും, പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ ഏടൊന്നും ഇല്ലാണ്ട് ക്ലാസ്സിൽ പോവാം, ഇന്നിപ്പോൾ അതിങ്ങനെ വെറുതെ പറഞ്ഞു പോയാൽ ഇന്ന് ആരെങ്കിലും സെമിനാർ എടുത്തോട്ടെ, അല്ലെങ്കിൽ ഇന്ന് പിള്ളേർ എന്തെങ്കിലും ചെയ്തോട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ ചിലപ്പോൾ പോകും. അതല്ല, കൃത്യമായിട്ട് നമ്മളെ മോണിറ്റർ ചെയ്യാൻ ഒരാളുണ്ട്, നമുക്കിങ്ങനെ ഒരു അപ്രൈസൽ പെർഫോമൻസ് അപ്രൈസൽ വരാനൊക്കെ ഉണ്ടെന്നുണ്ടാകുമ്പോൾ നമ്മുടെ ആ ഒരു ലേസി ആറ്റിറ്റ്യൂഡ് മാറും.
ടീച്ചറിൻ്റെ ഒരു ലേസി ആറ്റിറ്റ്യൂഡ് മാറും. അവർ നല്ലോണം പ്രിപ്പയർഡ് ആയിട്ട് വരും, നല്ലോണം ടീച്ചിങ് ലേണിംഗ് എയ്ഡ്സുകൾ ഉപയോഗിക്കും നല്ല രീതിയിൽ ദിവസവും പിന്നെ ഒരു കോമ്പറ്റീഷനല്ലേ, ഒരു ഒരു ഹെൽത്തി കോമ്പറ്റീഷനാണ് ടീച്ചേഴ്സ് തമ്മിൽ ഉണ്ടാകും. എനിക്ക് നല്ല ഗ്രേഡ് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് നല്ല ഒരു അപ്രൈസൽ കിട്ടണം, നല്ല രീതിയിലാവണം എന്നുള്ളൊരു ഹെൽത്തി കോമ്പറ്റീഷനും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാവും, ആ ഈ പെർഫോമൻസ് അപ്രൈസലൊക്കെ എടുക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ ഗുണം ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഇൻസ്റ്റിറ്റ്യൂഷനിൽ അത് മെച്ചമുണ്ടാകും. ഇനി ക്ലാസ് റൂം മാനേജ്മെൻ്റ് ആണ് പറയുന്നത്. ക്ലാസ് റൂം മാനേജ്മെൻറ്റ് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ക്ലാസ് റൂം മാനേജ്മെൻറ്റിൽ എന്തൊക്കെയാണ് വേണ്ടത്? നമ്മൾ ആദ്യം കുട്ടികളെയൊക്കെ അവരൊരു ഒരു ഒരു യൂണിറ്റി ഉണ്ടാക്കും. ഒരു ക്ലാസ് റൂമിൽ നമ്മളൊരു യൂണിറ്റി ഉണ്ടാക്കും, ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളൊരു രീതിയിൽ. നമ്മൾ ഇപ്പോൾ കുറേ ഗ്യാങ് ഒക്കെ ഉള്ള ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഒരു ടീച്ചർക്ക് ക്ലാസ് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ചില പിള്ളേർ നല്ല പഠിക്കുന്ന പിള്ളേരൊരു ഗ്യാങ്, അത്ര ഇല്ലാത്തവരൊരു ഗ്യാങ്, പ്രശ്നക്കാരവരായൊരു ഗ്യാങ്, അങ്ങനെ പല ഗ്യാങ് ആയിട്ടുള്ളവരാകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പറയാനും കൺവേ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പം നമുക്ക് യൂഷ്വലി അറിയാം, നമ്മുടെ വീട്ടിൽ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി, വീട്ടിലുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതും അതല്ലാണ്ട് ഭയങ്കര ഒരു ഒഫീഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ ഒരു കാര്യം പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പോലെ ഒരു ഫ്രീ ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ തന്നെ അവിടെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ഉണ്ടാകുമ്പോൾ തന്നെ എന്തുണ്ടാവും, കുട്ടികളും ടീച്ചറും തമ്മിൽ നല്ലൊരു റാപ്പോ ഡെവലപ്പായിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികളെ എന്ത് ചെയ്യാം, എല്ലാ ആക്ടിവിറ്റീസിലും കുട്ടികളെ ഇൻവോൾവ് ചെയ്യിക്കാം, കുട്ടികളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കാം, കുട്ടികളായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുക, അവർ പറയുന്നത് കേൾക്കുക, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ക്ലാസ് റൂമിനെ മാനേജ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ BEd ഒക്കെ കഴിഞ്ഞിട്ട് BEdൻ്റെ ഇടയിൽ തന്നെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് പിള്ളേർ മിണ്ടാണ്ടിരിക്കുന്ന ആകെ ബഹളമാണ്, ഞങ്ങൾ ട്രെയിനിങ് ടീച്ചേഴ്സല്ലേ, ഞങ്ങളുടെ അടുത്ത് ഭയങ്കര ബഹളം വെക്കുകയാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ പിള്ളേരെ സ്നേഹിക്കുകയും അവരെ വിശ്വാസത്തിലെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ സമയമെടുക്കും, എന്നാലും ഈ സ്നേഹവും വിശ്വാസമൊക്കെ നമുക്ക് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ ക്ലാസ് റൂമിൽ, ക്ലാസ് എടുക്കാനുള്ള പ്രശ്നങ്ങൾ വളരെ കുറവായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരു നേച്ചർ ഉണ്ടല്ലോ, ആ ഒരു നേച്ചർ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകുക, ഒരു കാമായിട്ടുള്ള ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു നേച്ചർ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകുക. കുറച്ച് ദിവസമൊക്കെ നല്ല രീതിയിൽ നല്ലപോലെ പെരുമാറിയിട്ട് പിന്നെ കുറച്ച് ദിവസം ഭയങ്കര ദേഷ്യത്തോടെ പെരുമാറുക, അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും എടുക്കാണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല ഒരു സ്വഭാവവും പെരുമാറ്റവും കുട്ടികളുടെ അടുത്ത് എടുക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ പിള്ളേർക്ക് എന്ത് വരും, നമ്മളോടൊരു അടുപ്പം വരും, ടീച്ചേഴ്സിനോടൊരു അടുപ്പൊക്കെ വരും. അപ്പോൾ നമുക്ക് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് വലിയ ഒരു ബാലികേറ മല എന്നുള്ളൊരു അവസ്ഥ മാറിക്കിട്ടും. പിന്നെ അതേപോലെ നമ്മൾ കോൺഫ്ലിക്റ്റുകളൊക്കെ വിവേകപൂർവ്വം വേണം നമ്മൾ കോൺഫ്ലിക്റ്റുകളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ടീച്ചർ എന്നുള്ള രീതിയിൽ. ചിലപ്പോൾ നമുക്ക് സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങൾ ക്ലാസ്സിൽ പറയേണ്ടി വരും, അതിനൊക്കെ നല്ല ഒരു വിവേകപൂർണ്ണം തന്നെയായിട്ട് നമ്മൾ ക്ലാസ്സിൽ അവതരിപ്പിക്കാനും, അതേപോലെ കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാനൊക്കെ നമ്മൾ കുറച്ചും കൂടെ ബുദ്ധിപരമായിട്ടൊക്കെ നീങ്ങാനായിട്ട് ശ്രമിക്കണം. പിന്നെ പാരൻ്റൽ പാർട്ട്ണർഷിപ്പുകൾ ഇൻവോൾവ് ചെയ്യുക, അതായത് കുട്ടികളുടെ പാരൻസുമായിട്ട് നല്ലൊരു റാപ്പ്. ഇപ്പോഴൊക്കെ പല സ്കൂളുകളിലും ക്ലാസ് ഗ്രൂപ്പ് ഉണ്ടാവും, അതേപോലെ ആ പിള്ളേരുടെ പാരൻസും ഈ ടീച്ചേഴ്സുമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാവും. അതിൽ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് ടീച്ചേഴ്സും പാരൻസൊക്കെ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ ആ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല, കാര്യങ്ങൾ പറയാനും. പണ്ട് PTA മീറ്റിങ്ങിന് പോകുമ്പോഴാണ് എല്ലാം പറയുക, പാരൻസ് ടീച്ചേഴ്സും ടീച്ചേഴ്സ് പാരൻസിനോടും. ഇപ്പം അങ്ങനെയുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല, കൃത്യമായിട്ടൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ടീച്ചേഴ്സും പാരൻസും തമ്മിൽ ഉണ്ടാകുമ്പോൾ അതും ഈ ക്ലാസ് റൂം മാനേജ്മെൻറ്റിനെ നന്നായിട്ട് ബാധിക്കും. ഇനി പറയാനുള്ളത് പ്രൊഫഷണൽ ഗ്രോത്ത് ആണ്. ഈ പ്രൊഫഷണൽ ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ടീച്ചേഴ്സിൻ്റെയാണ്. ഏതൊക്കെ ഏരിയാസാണ് പ്രൊഫഷണൽ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തേത് കണ്ടന്റ് നോളജാണ്. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യത്തിൽ നല്ല നോളജ് ഉണ്ടാവണം. പിന്നെ ആ നോളജ് കൺവേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടീച്ചിങ് ടെക്നിക്കുകളാണ് നല്ല രീതിയിൽ ഉപയോഗിക്കുക. പിന്നെ കുട്ടികളുടെ ഡൈവേഴ്സ് ആയിട്ടുള്ള ലേണിംഗ് നീഡ്സ് അറിഞ്ഞ് നമ്മൾ ക്ലാസ് എടുക്കുക. കുട്ടികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നല്ല വായിച്ചും പ്രിപ്പയർ ചെയ്തും പഠിച്ചിട്ട് നമ്മളൊരു കണ്ടൻറ്റ് ഡെലിവറി ചെയ്യുക. അതിനനുസരിച്ചിട്ടുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കുക. നമ്മളിങ്ങനെ ബുക്ക് നോക്കി വായിക്കുന്ന ഒരു ടീച്ചറാണെന്നുണ്ടെങ്കിൽ ആ ടീച്ചർക്ക് അധികകാലം സർവൈവ് ചെയ്യാൻ പറ്റില്ല. പുതിയ ടീച്ചിങ് ടെക്നിക്കുകൾ ഉപയോഗിക്കണം. പിന്നെ പുതിയ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ് വരുന്നത് ടീച്ചർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം.
എന്നാലാണ് ആ ടീച്ചർക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അതേപോലെ കുട്ടികളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നീഡ്സിനനുസരിച്ചിട്ട് എല്ലാ സമയവും എല്ലാ കുട്ടികളുടെ ആവശ്യങ്ങളും ഒരു ടീച്ചർക്ക് നിവർത്തിച്ചു കൊടുക്കാൻ സാധിക്കണമെന്നില്ല. പക്ഷെ കുറച്ച് കുട്ടികളുടെയെങ്കിലും ചില ആവശ്യങ്ങളെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ സാധിച്ചു കൊടുക്കാൻ, സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുട്ടികളുടെ നീഡ്സിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, അവരുടെ ലേണിംഗ്, നമ്മുടെ ടീച്ചിങ്ങിനെ നമ്മൾ ഒന്ന് ഡൈവേർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ പ്രാപ്തമായിരിക്കണം. പിന്നെ എഫക്റ്റീവ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ആക്റ്റീവ് ലേണിംഗ് ആണ്. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ലേണേഴ്സാണ്. എല്ലാവരും ലൈഫ് ലോങ് ലേണേഴ്സാണ്. പക്ഷേ ടീച്ചേഴ്സ് കുറച്ചും കൂടി എവിഡൻ്റ്ലി അവരെന്തായിരിക്കും, ലൈഫ് ലോങ് ലേണേഴ്സ് ആയിരിക്കും. അവർക്കിപ്പോൾ 9 to 5 ജോബ് പോലെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഫീസിൽ പോയി ചെയ്ത് ജോലി ചെയ്ത് തിരിച്ചു വന്നു പിന്നെ അത് നോക്കണ്ട എന്നുള്ള കാര്യം പോലെയല്ല. വന്നാലും എന്ത് ചെയ്യണം, അവർക്ക് പുതിയ നോളജുകൾ ഉണ്ടാക്കിയെടുക്കണം, പ്രിപ്പറേഷൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ആക്റ്റീവ് ലേണർ ആയിരിക്കണം. കണ്ടന്റ് സ്പെസിഫിക് സ്ട്രാറ്റജീസ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് എന്നുള്ളതിന് പഠിപ്പിക്കാൻ ഒരു സർട്ടൻ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ട് പഠിപ്പിക്കാൻ പറ്റും. ആ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫിസിക്സോ കെമിസ്ട്രിയോ പഠിപ്പിക്കാൻ പറ്റിക്കോളണമെന്നില്ല. അപ്പോൾ ഓരോ കണ്ടന്റിനനുസരിച്ചിട്ടും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉപയോഗിക്കുക. പിന്നെ കൊഹിറൻസ്. നമ്മൾ എന്ത് ചെയ്യുക, ആക്ടിവിറ്റീസൊക്കെ ഒരു കൊഹസീവ് മാനറിൽ, ഈ ഓരോരുത്തരും തമ്മിലൊരു കൊഹസീവ് മാനറിൽ നമ്മൾ ആക്ടിവിറ്റീസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇനി അടുത്ത് പറയുന്നത് ടെക്നോളജി ആസ് എ ടൂൾ ഇൻ എഡ്യൂക്കേഷൻ. ഒരു എഡ്യൂക്കേഷനിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, ബുക്കോ പേനയോ പേപ്പറോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് പഠിക്കാം. പക്ഷേ ഒരു മൊബൈലോ ലാപ്ടോപ്പോ നെറ്റോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്നത്തെ കാലത്ത് പഠിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് ആലോചിക്കാൻ പറ്റില്ല. പണ്ടൊക്കെ ഈ മൊബൈൽ ഫോണൊക്കെ ഇറങ്ങിയ സമയത്ത് പിള്ളേർ എപ്പോഴും ഫോൺ നോക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചീത്ത അറിയുമ്പോൾ ഇന്ന് അതിനും പറ്റില്ല. അത് നോക്കിയിട്ട് പിള്ളേർ എന്ത് ചെയ്യും, പഠിക്കുകയായിരിക്കും. ക്ലാസ്സിൽ ഫോൺ എടുക്കരുതെന്ന് പറയാൻ അല്ലെങ്കിൽ കൊണ്ടുവരരുതെന്ന് പറയുന്നതിനൊക്കെ ഇന്ന് അതൊക്കെ അങ്ങനത്തെ ചിന്താഗതിയൊക്കെ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിരിക്കും അല്ലേ. ടെക്നോളജി ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. എസ്പെഷ്യലി എഡ്യൂക്കേഷൻ, ഒരു ഫീൽഡിലും പറ്റില്ല, എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഒട്ടും പറ്റില്ല. അപ്പോൾ നമ്മൾ അതിലുള്ള ഡിജിറ്റൽ ടൂൾസിനെ പറ്റിയിട്ടൊക്കെ അവെയർ ആയിരിക്കണം. ഡിജിറ്റലി ഭയങ്കര ടെക്കി ആവണമെന്നില്ലെങ്കിലും ഒരു ടീച്ചറിന് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണം. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമുകൾ ഉപയോഗിക്കാനും അതിലെങ്ങനെയാണ് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുക, സ്പ്രെഡ്ഷീറ്റുകൾ, വേർഡിൽ എന്തൊക്കെ ടൈപ്പ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ, പിന്നെ ഓരോ മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ, വീഡിയോ കണ്ടൻറ്റുകൾ ഉണ്ടാക്കാൻ, പിന്നെ അങ്ങനെയുള്ള പുതിയ പുതിയ സ്മാർട്ട് ബോർഡ് ഉപയോഗിക്കുക, പ്രൊജക്ടറുകൾ ഉപയോഗിക്കുക. എപ്പോഴും സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രൊജക്ടറൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർ ആരെങ്കിലും ചെയ്യാം, ടീച്ചേഴ്സിനെ ചെയ്യാൻ അത്ര അറിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതല്ലാണ്ട് നമ്മൾ സെൽഫായിട്ട് അത് ചെയ്യാൻ പഠിക്കുക, നമ്മൾ സ്വന്തമായിട്ട് പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കുക, ഡിസൈൻസുകൾ ഉണ്ടാക്കുക. അതേപോലെ ഈ സോഷ്യൽ മീഡിയകളൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് ലേണിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ വെറുതെ സോഷ്യൽ മീഡിയയിൽ വെറുതെ സമയം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യാം, ഇങ്ങനെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അപ്പോൾ പണ്ടിപ്പോൾ കോവിഡിന് ശേഷം വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, സിലബസ് കവർ ആയിട്ടില്ലെങ്കിൽ ശനി ഞായറൊക്കെ നമ്മൾ സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ട് സ്കൂളിൽ പോയിട്ട് തീർക്കുകയാണ്. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മളൊരു ഗൂഗിൾ മീറ്റ് വയ്ക്കും അല്ലെങ്കിൽ സൂം മീറ്റ് വയ്ക്കും, വൈകുന്നേരം 1 മണിക്കൂർ ദിവസം എന്ന് പറഞ്ഞ രീതിയിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ കോവിഡ് മുന്നേക്ക് അത് ഇത്ര കണ്ട് ഇങ്ങനെ പ്രാബല്യത്തിലുണ്ടായിരുന്നില്ല, ഇത്രയും ഒരു വലിയൊരു തോതിൽ പ്രാബല്യത്തിലുണ്ടായിരുന്നില്ല ഇങ്ങനെ ഈ ഓൺലൈൻ ക്ലാസ് വെക്കലൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സമയത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഉപയോഗിക്കാവുന്ന ടെക്നിക്കലായിട്ടുള്ള സ്കില്ലുകൾ. അപ്പോൾ കുട്ടികളെ വെച്ചിട്ട് ചെയ്യിപ്പിക്കാം ചില കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇതേപോലെ യൂട്യൂബിലൊക്കെ ഒരു കണ്ടന്റ് ഇട്ടിട്ട് അത് കണ്ടിട്ട് വരാൻ പറയാം കുട്ടികളുടെ അടുത്ത്, എന്നിട്ട് പിറ്റേ ദിവസം വന്ന് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള കിട്ടാവുന്ന ഇൻഫർമേഷൻസ്, റിസർച്ച് ആർട്ടിക്കിൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അതിൽ നിന്ന് അവർക്ക് കിട്ടാവുന്ന ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് വരാൻ പറയാം. അത് വെച്ചിട്ടൊരു ഡിസ്കഷൻ നടത്താം. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ബിഹേവിയറിസം അല്ലെങ്കിൽ ഇങ്ങനെ ലെക്ചർ ചെയ്യുന്ന ഒരു മോഡിൽ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യാം, ടെക്നോളജിയുടെ യൂസോടുകൂടി പുതിയ പുതിയ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ടൊക്കെ ക്ലാസ് റൂമിൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് പറയുന്നത് റെക്കോർഡ് കീപ്പിംഗ് ആണ്. ഒരു സ്കൂൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ റെക്കോർഡ്സ് ഏതൊക്കെയാണെന്നാണ് നോക്കണം. ആദ്യം പറയുന്നത് അഡ്മിഷൻ രജിസ്റ്ററാണ്. ഇപ്പോൾ ഒരു കുട്ടി ഒരു സ്കൂളിൽ ചേരുമ്പോൾ കുട്ടിയുടെ പേര്, വിവരം, പാരൻസിൻ്റെ ആധാർ നമ്പർ പറഞ്ഞിട്ട് അങ്ങനെ പേഴ്സണൽ ഡീറ്റെയിൽസ് തൊട്ടിട്ട് എല്ലാ ഡീറ്റെയിൽസും ഉൾക്കൊള്ളുന്നതാണ് ഈ അഡ്മിഷൻ രജിസ്റ്റർ. അടുത്തതാണ് പ്യൂപ്പിൾസ് അറ്റൻഡൻസ് രജിസ്റ്റർ. കുട്ടികളുടെ അറ്റൻഡൻസ് രജിസ്റ്ററാണ്. കുട്ടികൾ വന്ന ദിവസം ആബ്സെൻ്റ് ആയിട്ട് അത് മാർക്ക് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പ്യൂപ്പിൾസ് അറ്റൻഡൻസ് രജിസ്റ്റർ. അതേപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ അറ്റൻഡൻസ് ലോഗ് ഉണ്ടാവും.
അവരുടെ ലീവും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ള അവരുടെ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാവും. പിന്നെ സ്റ്റോക്ക് രജിസ്റ്റർ സ്കൂളിലുള്ള സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് എൻലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണുള്ളത്, എന്തൊക്കെയാണ് പുതിയത് പർച്ചേസ് ചെയ്തത്. ഇപ്പോൾ ലാബും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ സാധനങ്ങളൊക്കെ പൊട്ടിപ്പോവുക, അങ്ങനെ എന്തെങ്കിലും ലോസ് ഉണ്ടാവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലിസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ് ഈ സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത്. അടുത്തതാണ് അക്വിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റുകളൊക്കെ നടത്തുന്നത്. ഇപ്പോൾ ഒന്നും സാലറി ഒന്നും അങ്ങനെ പേയ്മെൻറ്റ് നടത്തുന്നില്ല, പക്ഷെ എന്നാലും സ്പാർക്ക് വഴി അങ്ങനെ ഓൺലൈൻ വഴിയൊക്കെയാണ്. എന്നാലും നമ്മൾ അതിൻ്റെ ഒരു റെക്കോർഡ് ഉണ്ടാവും. അക്വിറ്റൻസ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ള കാര്യങ്ങളുടെ ഇത്ര കാശ് ഇത്ര ആൾക്ക് ഈ ആൾക്ക് കൊടുത്തു എന്നൊക്കെയുള്ള രീതിയിലുള്ള റെക്കോർഡാണ് ഈ അക്വിറ്റൻസ്. അടുത്തതാണ് ടീച്ചിങ് മാനുവൽ. നമ്മൾ വിചാരിക്കും B.Edനൊക്കെ പഠിക്കുമ്പോൾ മാത്രം ടീച്ചിങ് മാനുവൽ എഴുതിയാൽ മതി. അങ്ങനെയല്ല. നമ്മൾ സർവീസിൽ കയറി കഴിഞ്ഞാൽ ടീച്ചിങ് മാനുവൽ എഴുതണം. നമ്മൾ ക്ലാസ് കയറുന്നതിന് മുന്നേ തന്നെ മാനുവൽ എഴുതണം. അത് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസുകളൊക്കെ കറക്റ്റ് എഴുതണം. നമ്മുടെ HMന് അത് കാണിക്കുക, സൈൻ വാങ്ങിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ടീച്ചിങ് മാനുവൽ റെക്കോർഡാണ്. ഇനി അടുത്ത സ്റ്റുഡൻറ്റ് പ്രൊഫൈലാണ്. കുട്ടികളുടെ ഡീറ്റെയിൽസ്, അവരുടെ കാര്യങ്ങൾ, അക്കാഡമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ അക്കാഡമിക് ആയിട്ടുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതാണ് ഈ സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ പറയുന്നത്. അതേപോലെ ക്യുമുലേറ്റീവ് റെക്കോർഡ് ഓരോ കുട്ടിയുടെയും ഓരോ വർഷത്തെയും അതിന് അങ്ങനെ കൂടിക്കൂടി വരുന്ന രീതിയിൽ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള റെക്കോർഡാണത്. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ്, കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ കുട്ടി ചെയ്തത്, അതേപോലെ 2ാം ക്ലാസ്സിൽ, അങ്ങനെ ഓരോ കൊല്ലത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ ക്യുമുലേറ്റീവ് റെക്കോർഡ്. അടുത്ത സർവീസ് ബുക്കാണ്. സർവീസ് ബുക്ക് ഇപ്പോൾ അവിടുത്തെ എംപ്ലോയേഴ്സിനുള്ളതാണ്. അവരുടെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസും അവരുടെ അപ്പോയിൻമെൻറ്റ്, ലീവ്, എന്നാണ് ജോയിൻ ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങൾ, ക്വാളിഫിക്കേഷൻസ്, അതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഈ സർവീസ് ബുക്ക് എന്ന് പറയുന്നത്. ഇനി മാനേജ്മെൻറ്റ് ഓഫ് റെക്കോർഡ് ഭയങ്കര ഒഫീഷ്യലായിട്ടുള്ള അക്വിറ്റൻസ് അങ്ങനത്തെ കാര്യം സർവീസ് ബുക്കൊക്കെ നമ്മൾ ഓഫീസിൽ, സ്കൂളിൻ്റെ ഓഫീസിൽ HMൻ്റെ അണ്ടറിലാണ് നമ്മൾ വയ്ക്കുക. അപ്പോൾ അറ്റൻഡൻസ് രജിസ്റ്ററുകളും HMൻ്റെ തന്നെയാണ്, അതോറിറ്റിയിലാണ്. ഇപ്പോൾ അറ്റൻഡൻസ് രജിസ്റ്ററൊക്കെ ടീച്ചേഴ്സാണ് മാനേജ് ചെയ്യുക, പക്ഷേ അത് HM നോക്കും, വെരിഫൈ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിലാണ് ഈ റെക്കോർഡുകളൊക്കെ വരിക. അവരുടെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇതിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നോക്കേണ്ടത്. ഇത്രയും റെക്കോർഡുകളാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിനായിട്ട് വരുന്നത്. ഇത്രയാണ് നമുക്ക് ഈ യൂണിറ്റിൽ പറയാനുള്ളതും. വളരെ ഷോർട്ടായിട്ട് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാന്നുള്ള രീതിയിൽ ചെയ്തതാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.